അപ്പം ഇന്നൊരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആവാല്ലേ. കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഇതിപ്പോൾ 2 ദിവസമായിട്ടുള്ള അടിച്ച് കിട്ടിയിട്ട്. ഈ ഒരു കളർ കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് വാങ്ങിച്ചതായിരുന്നു. അടിച്ചിട്ടപ്പോൾ ഭംഗിയുണ്ട്. ആദ്യം തന്നെ കുറച്ച് പൗഡറാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. ഫൗണ്ടേഷനൊന്നും നമ്മൾ ഇടുന്നില്ല. പൗഡറൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അടുത്ത പുരികം എഴുതി കൊടുക്കുകയാണ്. പുരികം കറക്റ്റായിട്ട് എഴുതാനൊന്നും അറിയില്ല. എന്നാലും ഞാനിങ്ങനെ പുരികം നല്ല കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കളർ ഉണ്ടാകാൻ വേണ്ടി എഴുതി കൊടുക്കലുണ്ട്. അപ്പം അതൊന്ന് എഴുതി ഫില്ല് ചെയ്തു. അടുത്ത് നമ്മൾ കണ്ണൊന്ന് എഴുതി കൊടുക്കുകയാണ്. കണ്ണ് താഴെയും മുകളിലും എഴുതുന്നുണ്ട്. വാട്ടർ ലൈനിലും അപ്പർ വാട്ടർ ലൈനിലും എഴുതുന്നുണ്ട് കേട്ടോ. കാജൽ വെച്ചിട്ടുണ്ടോ കണ്ണ് എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് ഐലൈനർ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഐലൈനർ ഞാൻ മുകളിൽ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. 2 കണ്ണിൻ്റെ മുകളിൽ മാത്രം ഒന്ന് കുറച്ച് കട്ടിയിൽ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക് ഇല്ലാതെ ഒരു ലുക്കും കംപ്ലീറ്റ് ആവില്ല. അപ്പം പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കണ്ടേ. ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ബ്ലഷും സെറ്റാക്കിട്ടോ. കവിളിലും മൂക്കിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്മലിട്ട് കൊടുക്കുകയാണേ. ഇതിലേത് കമ്മലാണ് ഇടേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. കാണാൻ രണ്ടും ഒരുപോലെ തന്നെയാണ്. എനിക്ക് കൂടുതലും അങ്ങനെ വലിയ കമ്മലൊക്കെ ഇടാനാണ് ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ അടുത്തുള്ള കമ്മൽ കൂടുതലും വലിയ കമ്മലാവും. സ്റ്റഡൊക്കെ എൻ്റെ കയ്യിൽ വളരെ കുറവാണ്. അപ്പോൾ ഈ 2 കമ്മൽ ഓരോന്നിട്ട് നോക്കി ഞാൻ. കമ്മലിട്ടതിന് ശേഷം ഏതാണ് കൂടുതൽ ഭംഗി എന്നാണ് നോക്കണേ. മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് അവസാനം വൈറ്റ് തന്നെ ഇടാൻ ഞാൻ തീരുമാനിച്ചു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓരോ പാട്ടൊക്കെ ഉണ്ടേ. ഇടയ്ക്ക് ക്യാമറയുള്ള കാര്യം മറന്നുപോയി പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത മുടി കെട്ടലാണ്. മുടി ഇപ്പോഴും ശരിക്കും ഉണങ്ങിയിട്ടില്ല. ഇതാണ് നേരത്തെ കുറിച്ചാണ് പ്രശ്നം. ഞാൻ പാടുന്ന ഈ പാട്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? സിനിമയിലൊന്നും കേൾക്കാൻ പറ്റില്ല, പക്ഷെ പരസ്യം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡ്രസ്സ് രസമല്ലേ? പുതിയ അടുപ്പിച്ചാണ്. അതൊന്നുമില്ല, എടുത്തിട്ട് പറയാം. ഞാനങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ടൈപ്പ് ആളല്ല. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ഒരു അവാർഡ് പടം പോലെ ആവാതിരിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒട്ടും അറിയാത്ത കാര്യം ഹെയർ സ്റ്റൈലാണ് കേട്ടോ. എന്നൊരു ബാഗിക്ക് പിന്നിങ്ങനെ ഇടുക, അല്ലെങ്കിൽ ഇവിടുന്ന് 2 തിരുത്ത് കെട്ടുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് പിടിച്ച് ഇങ്ങനെ കിട്ടുക. ഇതൊക്കെ എനിക്ക് പറയുന്ന ഹെയർ സ്റ്റൈൽ ഇതാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ പരീക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിയാകുമോ. ഒക്കെ ഓരോ പരീക്ഷണങ്ങളാണ് കേട്ടോ. എഴുപോയി. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിക്കാം. പിന്നെ ഒന്ന് എടുത്തിട്ട് ഈ ഹെയർ സ്റ്റൈല് എങ്ങനെ കെട്ടണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാൻ എനിക്കറിയില്ല.
കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ പിരിച്ച് ആ ബാക്കിൽ നമ്മളൊരു ക്ലിപ്പോ അല്ലെങ്കിൽ സ്ലൈഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പിൻ ചെയ്താൽ മതി. ഇതിനെവിടെയെങ്കിലും ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു സ്ലൈഡ് വെച്ച് കുത്താം. കാണാനില്ല, സ്ലൈഡിനെ കാണാനില്ല. അങ്ങനെ ഞാൻ 2 സൈഡും കെട്ടിട്ടോ. നല്ല വെയിലാണ് കേട്ടോ. ഞാനൊരു ഈവനിങ്ങിനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്കിഷ്ടമാണ്. എൻ്റെ ലുക്ക് എപ്പോഴും ആയിരിക്കും. ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പട്ടിഷോ അത് നിർബന്ധമാണല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണേ. അവസാനം ഞാൻ മുടി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അഴിച്ചിടുന്നേക്കാളും കുറച്ചും കൂടി ഭംഗിക്ക് കെട്ടി വയ്ക്കുമ്പോഴാണെന്ന് തോന്നി. അവസാനം നമ്മൾ ഷോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ സാധാരണ ഒരുങ്ങുന്ന ഒരു സ്റ്റൈലാണ്. ഇതിൽ കൂടുതലായിട്ട് വലിയ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.